Hi guys, welcome to our channel. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കാണണം. കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടണും അമർത്തണം. ഗായ്സ്, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു അടിപൊളി ക്രാഫ്റ്റ് ഐഡിയ കൊണ്ടാണ്. നമ്മളെല്ലാവരും, അതായത് പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഒരു മെറ്റീരിയൽ നമുക്ക് എങ്ങനെ റീയൂസ് ചെയ്യാം എന്നൊരു വലിയൊരു ടിപ്പ് ഐഡിയ കൂടിയാണ് ഈ വീഡിയോ. ഈ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ത്രെഡ് സ്പൂളാണ്. അതായത് നമ്മളൊക്കെ ഡ്രസ്സ് തയ്ക്കാൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നൂല് ആവശ്യമുണ്ട്. ഈ നൂലൊക്കെ ചുറ്റിയിരിക്കുന്ന സ്പൂള്, അതായത് റോളെന്നും പറയാം. അതുകൊണ്ട് നമ്മൾക്ക് ഒരു വെറൈറ്റി ക്രാഫ്റ്റ് ഐഡിയ ചെയ്തു നോക്കാം. അതിനുവേണ്ടി നമ്മൾ 6 സ്പൂളാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മെയിനായിട്ട് ഒരു 5 എണ്ണമെങ്കിലും വേണം. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ 6 സ്പൂളാണ് യൂസ് ചെയ്തത്. അതിൽ നമ്മൾ 2 എണ്ണം മാത്രം ഇപ്പം എടുത്തിട്ടുണ്ട്. ഇനി ഒരു പെൻ ഉപയോഗിച്ച് ചരിച്ച് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് ഒരു ചരിച്ച് ഒരു വരച്ചു കൊടുക്കാം. അതിനുവേണ്ടി നമുക്ക് പെന്നോ പെൻസിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ കട്ട് ചെയ്യാനായിട്ട് ഒന്നുകിൽ ആക്സോബ്ലേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്തിയോ കത്രികയോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്ത് ഇതൊന്ന് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ 1ാമത്തെ റോള് മുറിച്ച് കഴിഞ്ഞു. ഈ 2ാമത്തെ റോളും നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പം നമ്മൾ 2 എണ്ണം മുറിച്ച് കഴിഞ്ഞു. ഇതിന് വേണ്ടി നമ്മൾ 4 സ്ക്വയർ പീസസിലുള്ള പേപ്പറാണ് യൂസ് ചെയ്തേക്കുന്നത്, 4 സെൻറ്റിമീറ്ററിൽ. ഇതിന് വേണ്ടി നമ്മൾ വലിയ ത്രെഡ് സ്പൂൾ എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഒരു ത്രെഡ് സ്പൂളും കൂടി നമ്മൾ കൂട്ടി ഒരുമിച്ച് ഒന്ന് ഒട്ടിക്കുകയാണ്. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ പേപ്പർ യൂസ് ചെയ്തേക്കുന്നത്. പേപ്പറിൽ ആദ്യം തന്നെ നമ്മൾ ഗം തേച്ച് കൊടുത്തിട്ട് നമുക്കത് സെൻറ്ററിൽ വെച്ചൊന്ന് റൗണ്ടിൽ ഒന്ന് ചുറ്റി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഹോട്ട് ഗ്ലൂവോ ഫെവിക്വിക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. കാരണം നമുക്ക് പെട്ടെന്ന് ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഒട്ടിക്കാം. ഞങ്ങൾ ഫെവിക്കോളാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ 4 എണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ പോകുന്നത്. അതിന് വേണ്ടി നമ്മളൊരു ഗ്രീൻ കളറും യെല്ലോ കളറും യൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഗ്രീൻ കളറും യെല്ലോ കളറും കൂടി ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കാം. 2 ഷെയ്ഡെങ്കിലും നമ്മൾ അടിച്ചു കൊടുക്കാനായിട്ട് നോക്കുക. കാരണം നമുക്ക് ത്രെഡിൽ എഴുതിയേക്കണ ഇതൊന്നും കാണാതിരിക്കണം. അതിന് വേണ്ടി 2 ഷെയ്ഡ് നമ്മൾ അടിച്ചു കൊടുക്കണം. നമുക്കൊരു പേപ്പർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് പെയിൻ്റ് അടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് നമ്മളിപ്പോൾ എവിടെ വെച്ച് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം 4 നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു പ്ലാസ്റ്റിക് ബൗളാണ് എടുത്തേക്കുന്നത്. അതായത് നമ്മൾ കേട് മേടിക്കുമ്പോഴായാലും ഐസ്ക്രീം മേടിക്കുമ്പോഴായാലും കിട്ടുന്ന ഒരു ബൗളാണ് എടുത്തേക്കുന്നത്. അതായത് നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ബൗള് പ്ലാസ്റ്റിക്കിൻ്റെ അത് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബൗളിലേക്ക് നമ്മൾ ഗം തേച്ച് കൊടുക്കുക. ഫെവിക്കോളാണ് തേച്ച് കൊടുത്തേക്കണേ. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലൊരു ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ 1:1 എന്ന റേഷ്യോയിൽ വാട്ടറും ഗമ്മും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ കൂടെ ഇതൊന്ന് അടിച്ചു കൊടുക്കാം. എല്ലാ വശത്തും നന്നായിട്ട് അടിക്കണം. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ 2ാമത്തെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതും നമ്മൾ കറക്റ്റായിട്ട് പിടിച്ചിട്ട് നല്ല കറക്റ്റ് ഷേപ്പിൽ നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ 2ാമത്തെ ഒട്ടിച്ച് പകുതിയായി. അതായത് ഗം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ടിഷ്യൂ പേപ്പർ പെട്ടെന്ന് ഒട്ടി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 2ാമത്തെ പേപ്പറും ഒട്ടിച്ച് തീർന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഉണങ്ങിക്കഴിഞ്ഞ് നമ്മളിനി ഇതിൻ്റെ മുകളിലേക്ക് പെയിൻ്റ് അടിച്ച് കൊടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി നമ്മളൊരു ഡാർക്ക് ഗ്രീൻ കളറാണ് യൂസ് ചെയ്തേക്കണേ. അത് നമുക്കൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് അടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ബൗളും നമ്മൾ എന്ത് ചെയ്ത് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുത്തേക്കുന്നത് 2 ഗ്രീൻ കളർ പേപ്പേഴ്സാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതിൽ വലിയ പേപ്പറിന് 10 സെൻറ്റിമീറ്റർ നീളവും 3.5 സെൻറ്റിമീറ്റർ വീതിയും, അതുപോലെ തന്നെ ചെറുതിന് 7 സെൻറ്റിമീറ്റർ നീളവും 4.5 സെൻറ്റിമീറ്റർ വീതിയുണ്ട്. ഇനി നമുക്ക് ആ വലിയ പേപ്പർ എടുത്തിട്ട് അതൊന്ന് 2ആയിട്ട് നടുക്കിക്കട മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു പെൻസിൽ ഉപയോഗിച്ച് ഒരു ഇലയുടെ ഷേപ്പിൽ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സിസേഴ്സ് ഉപയോഗിച്ച് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഒരു ലീഫ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പെൻസിലോ എന്തെങ്കിലും വെച്ച് നമുക്ക് അതിൻ്റെ സൈഡൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ബാക്കി 6 ലീഫും ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ ചെറിയ ലീഫാണ് ഉണ്ടാക്കുന്നത്. അതും ഇതുപോലെ തന്നെ നടുക്കിക്കിടൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ചെറിയ ലീഫിൻ്റെ ആകൃതിയിൽ നമുക്ക് ഇത് വെട്ടിയെടുക്കാം. അതും നമുക്കൊരു പെൻസിൽ ഉപയോഗിച്ച് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 3 ചെറിയ ലീഫും 6 വലിയ ലീഫാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ
സൈഡിൽ ഒന്ന് റൗണ്ടിൽ കൂടെ ഒരു യെല്ലോ കളർ വെച്ച് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അപ്പം നമ്മൾ വരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗം തേച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കൂടെ ഓരോ ലീഫും ഒട്ടിച്ചു കൊടുക്കാം. പതിയെ ഒട്ടിക്കാൻ നോക്കാം. നിങ്ങളുടെ കയ്യിൽ ഫെവിക്വിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ഒട്ടിക്കാൻ നോക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിച്ചെടുക്കാം. ഞങ്ങൾ ഫെവിക്കോൾ വെച്ചാണ് ഒട്ടിച്ചെടുത്തേക്കുന്നത്. ഇപ്പം നമ്മൾ എല്ലാ ലീഫും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ജോയിൻ ചെയ്യാനായിട്ടാണ് പോണത്. അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഏതെങ്കിലും ഒരു സ്റ്റിക്ക് എടുക്കാം. ആ സ്റ്റിക്കുമ്പോൾ നമുക്ക് ഗം തേച്ച് കൊടുക്കാം. ഗം തേച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ അടുത്ത സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ ചുറ്റിലും നമ്മൾ സ്റ്റിക്കുകൾ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ സ്റ്റിക്കുകളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ചേക്കണ പ്ലാസ്റ്റിക് ബൗളിലേക്ക് തെർമോക്കോളിൻ്റെ പീസസുകൾ ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പീസസുകളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഒട്ടിച്ച് വെച്ചേക്കുന്ന ട്രീ നമുക്ക് ഇതിലേക്ക് ഇറക്കി വെക്കാം. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്ത് ട്രീ ആണ് ഉണ്ടാക്കിയേക്കണേന്ന്. നമ്മൾ ബാംബൂ ട്രീ ആണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ട്രീ ആണ്. അധികം സാധനങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് ഒരു പെയിൻറ്റും സ്റ്റിക്കും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം. നമുക്കിനി തെർമോക്കോളിലേക്ക് കുറച്ച് പെയിൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഗ്രീൻ കളർ പെയിൻറ്റ് തന്നെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതൊരു ഭംഗിക്ക് വേണ്ടി ആഡ് ചെയ്ത് കൊടുത്തെന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ആഡ് ചെയ്യാതിരിക്കാം. ഇപ്പോൾ ഒരു പച്ചപ്പ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കൊടുത്തെന്നുള്ളൂ. ഇപ്പം നമ്മുടെ ബാംബൂ ട്രീ ഒക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കണം. സിമ്പിളാണ്. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താം.